ഹായ് ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പാർട്സ് ഉണ്ടാക്കിയിട്ട് കാണിച്ചിന്, പക്ഷെ ഇന്ന് വേറൊരു വിധത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം. ചീനിച്ചട്ടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അന്ന് ഉണ്ടാക്കിയ വേറൊരു വിധത്തിലാണ്, ഇന്ന് വേറൊരു വിധത്തിൽ കാണിക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത്, മസാലകളെല്ലാം തീർന്ന് അപ്പം ഉള്ളിയെല്ലാം ഇതാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. നമ്മളൊരു 2 ഏലക്കായി, ഒരു കഷ്ണം പട്ടി, ഒരു 3 ഗ്രാമ്പു ഇട്ട് കൊടുത്ത് നമുക്ക് കരിയാമ്പലി ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസ് 3 ഉള്ളി, ഒരു 3 പച്ചമുളക് മുറിച്ചിട്ടത്. ഇതൊന്ന് നല്ലോണം നമുക്ക് ഉപ്പെല്ലാം ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. കുറച്ച് ബ്രൗൺ കളർ വരുന്നേരം നല്ലോണം വാടാം. കുറച്ച് ഇത് വേഗം ഉപ്പിട്ടാൽ വേഗം വാടി കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാർട്സ് ഒരു 1/2 കിലോ പാർട്സുണ്ട്. പാർട്സ് കുരുമുളകും പിന്നെ മഞ്ഞളും കരിയാമ്പലയെല്ലാം ഇട്ട് നല്ല കുഴച്ച് എണ്ണ ഒഴിച്ചിട്ട് കുക്കറിൽ പിന്നെ വേവിച്ച് 2 വിസിലിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ മസാല ആയിക്കഴിഞ്ഞാൽ അത് നന്നായി ഇളക്കി കൊടുക്കാം. ഉപ്പിട്ടാൽ വേഗം വാടി വരും, നല്ല ബ്രൗൺ കളറായിട്ട് വരും. ഇതൊന്ന് നന്നായി വാടട്ടെ. ഇതെല്ലാം ബ്രൗൺ ആയി കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം ബ്രൗൺ ആയി കഴിഞ്ഞ് നമുക്കൊരു സ്പൂണ് ലേശം എടുത്തിട്ട് തക്കാളി അരക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് ലേശം മസാല എടുത്ത് വെക്കും ഞാൻ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് കൂടി ഇതിൻ്റെ കൂടെ നല്ലൊന്ന് വാട്ടി കൊടുക്കാം. നല്ല വേവാൻ ഇത് എണ്ണ നല്ല ഇതെല്ലാം പിടിച്ച് വരാനാണ്, ഉപ്പെല്ലാം പിടിച്ച് വരാൻ. വെച്ചാൽ നമ്മൾ ഓൾറെഡി പാർട്സ് വേവിച്ചതാണല്ലോ, അപ്പോൾ അത്ര നമുക്ക് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങൊന്ന് വേവ് ഇതൊന്ന് എല്ലാം ആയിക്കോട്ടെ. ആവി പോലെ ആയിട്ട് ഒരു 5 മിനിറ്റോടെ ഉരുളക്കിഴങ്ങും കാത്തിക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല കട്ടിയിൽ ചാറ് കിട്ടും. 2 എടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ചെറുങ്ങനെ മുറിച്ചിടാൻ. എല്ലാം പേസ്റ്റാക്കിയ ഒരു രസം ഉണ്ടാവില്ല, കാണുമ്പോൾ ഒരു ഇത് വേണ്ടേ. 2 പേസ്റ്റ് ആക്കിയിട്ട് ആക്കുമ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ച ഈ ഉള്ളിയും ഒന്നിച്ചിടുക. അങ്ങനെ ഒരു വലിയൊരു ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ആവശ്യത്തിന് ഇഞ്ചിയും എല്ലാം കൂടി ഇതിനകത്ത് അരച്ചെടുക്കാം. നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇഞ്ചിയും ചെറുങ്ങനെ മുറിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. ഒരു കഷ്ണം മല്ലിച്ചപ്പ്, ഒരു 2-3 മല്ലിച്ചപ്പിൻ്റെ അതും മുറിച്ച് ഇതിനകത്തൊന്ന് അതും അരച്ചെടുക്കാം. നല്ല ഒന്നിച്ച് ഇഷ്ടമാകുമ്പോൾ അതും ഇടാം. വെളുത്തുള്ളി ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് കറക്കിയെടുക്കാം. ആയിട്ടുണ്ട്. അതിവിടെ ഇങ്ങനെ വെക്കുക. ഇനി നമുക്ക് അതിൽ മസാലകളെല്ലാം ഓരോന്നായിട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാല,
ചിക്കൻ മസാല എല്ലാ മസാലയും ജീരകം വറുത്ത് പൊടിച്ചത്. ഈ മസാല നമ്മൾ കുരുമുളക് നമ്മൾ വേവിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പാഴ്സിലിട്ടിട്ട് രണ്ട് കുരുമുളക് ഇടണ്ട, കുറച്ച് നല്ലോണം കുരുമുളക് ഇട്ടിട്ടാണ് പാഴ്സിൽ വേവിക്കുന്നത്. മഞ്ഞൾ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. നല്ല നിറച്ച് ഒരു സ്പൂണ് ചിക്കൻ മസാല. എരിവ് ശ്രദ്ധിച്ചിട്ട് എല്ലാവർക്കും വേണ്ടുന്ന എരിവ് ഇട്ട് കൊടുത്ത് ഇതിൽ 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് വാടിച്ച് അരക്കിലെ വാടിച്ചിടും. അതിൻ്റെ അകത്ത് ഒരു സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എരിവ് വേണ്ടുന്ന ആൾക്ക് വേണ്ടുന്ന പോലെ ഇട്ടാൽ മതി, കുറവില്ലാത്ത കുറഞ്ഞിട്ട് ഇട്ടാൽ മതി. ശ്രദ്ധിച്ചിട്ട് എരിവ് ഇട്ടാൽ മതി. 2 ചെറിയ സ്പൂൺ ഗരം മസാല, ഒരു 1/4 സ്പൂണ് ഗരം മസാല. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഒരു സ്പൂണ്, 2 സ്പൂണ്, 2.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 1/4 സ്പൂണ് വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുക. വെന്ത് കഴിഞ്ഞ് അതുകൊണ്ടാണ് എണ്ണയിലിട്ട് കൊടുക്കുന്നത്. ഒന്ന് നല്ലോണം മസാല ഇല്ലെന്ന് നല്ല വാടട്ടെ. അതിന് എല്ലാം മണവും അതും ഇതെല്ലാം ഉള്ള. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല മണലുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിച്ചപ്പലും കൂടിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് നല്ലൊന്ന് മിക്സാക്കുക. ഞാൻ കുറച്ചേ എണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. എണ്ണ വേണ്ടുന്നൊക്കെ എണ്ണ ഒഴിക്കാം. ഞാൻ അധികം എണ്ണ ഒഴിക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. ഹിന്ദിക്കാരിൽ ഇതിനെല്ലാം കണ്ടമാനം എണ്ണ ഒഴിക്കും. പക്ഷേ നമ്മൾ വളരെ എണ്ണ എത്ര കുറക്കുന്ന അത്രയും നല്ലതല്ലേ. പിന്നെ ഓയിലിൽ അല്ല, നമ്മൾ സൺഫ്ലവർ ഓയിലേ എടുക്കലുള്ളൂ. ഓയിൽ നമ്മൾ ഉണ്ടാക്കലില്ല. ശരീരത്തിന് വളരെ മോശമാണല്ലോ, അതുകൊണ്ട് ഓയിൽ ഉപയോഗിക്കലേ ഇല്ല. ഒന്ന് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ച് എക്ദം സ്ലോ ആയിട്ട് കത്തിക്കുക. അധികം സ്പീഡിൽ കത്തിക്കറു. എന്നുവെച്ചാൽ മസാല പച്ച ചോയുള്ളതാണല്ലോ തക്കാളി. അതുകൊണ്ട് ആ പച്ച ചോയ മാറുന്നവരെ ഒന്ന് മൂടിയിട്ട് സ്ലോയിൽ ഒന്ന് നല്ലോണം വേവിക്കുക. ഇനി നമുക്കിതൊന്ന് വെക്കാം. ഇനി നമുക്ക് ഞാൻ ഒരു തക്കാളി ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലേൻ്റെ കളറൊന്നും നല്ല ഇതായിട്ട് കുറച്ചും കൂടി നല്ല മസാലയെല്ലാം നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൽ വേവിച്ച് വെച്ച പാടസ് എടുക്കാം. പാടസ് വേവിച്ച് വെച്ച് നല്ല കുരുമുളകെല്ലാം കൂടിയിട്ട് നല്ല കുരുമുളകിൻ്റെ സ്മെല്ല് വരുന്നത്.
എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല കട്ടി ഉണ്ടാവും. ഈ തക്കാളി അരച്ച് പേസ്റ്റാക്കിയിട്ട് വെച്ചാൽ നല്ല കട്ടിയായിട്ട് കിട്ടും. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുക്കർ കൂടുതൽ വേണ്ട. എല്ലാം ഒന്ന് ഇളക്കി നന്നായി ഇളക്കി രണ്ട് മല്ലിച്ചപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി തിളപ്പിക്കാം. അടച്ചു വെക്കാം. പാർട്സ് ഒന്ന് തുറന്നു നോക്കാം. എല്ലാം നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി തണിയും വെല്ലും കട്ടിയാവും. വെള്ളം വേണ്ടുന്നാൾ വെള്ളം വെച്ചാൽ അല്ലെങ്കിൽ കട്ടിയിൽ വേണ്ടുന്നാൾ കട്ടിയാവും. അതാണ് തോന്നുന്നുണ്ട്. സ്പീഡിൽ വെച്ചായിരുന്നു വേഗം പോകാൻ. വെള്ളമെല്ലാം വെച്ചാൽ ഉപ്പ് നോക്കാം. ഉപ്പെല്ലാം നല്ല സൂപ്പറാണ്. നല്ല കുരുമുളകിൻ്റെ നല്ല ഇതുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു പരിപാടിയുണ്ട്. കസ്തൂരി മേത്തി നമുക്ക് നല്ല ടേസ്റ്റാണ്. കസ്തൂരി മേത്തി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കസ്തൂരി മേത്തി ഇങ്ങനെ വിതർത്തി കൊടുത്താൽ മതി. നല്ല കസ്തൂരി മേത്തിയിട്ട് ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല കട്ടിയായി. ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പെല്ലാം ഞാൻ വിതറി കൊടുത്താൽ മതി. മല്ലിച്ചപ്പെല്ലാം ഒന്ന് വിതറി കൊടുത്ത് നല്ല ടേസ്റ്റുണ്ട്. ഉപ്പും കുരുമുളക് എല്ലാം കണക്കാന്ന്. പിന്നെ നല്ല കുരുമുളക് ഇട്ടുകൊണ്ട് കുരുമുളകിൻ്റെ പൊടി വേവിക്കുമ്പോൾ പാർട്സ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിന് കുരുമുളകിൻ്റെ നല്ല ഒരു ഇതുണ്ട്. കഴിക്കുമ്പോൾ നല്ല എരിവുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പാർട്സ് കറി അന്ന് ഉണ്ടാക്കിയ വേറെ വിധമാണ്, ഇന്നുണ്ടാക്കിയ വേറൊരു വിധമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ കൂടി ചാനലിൽ സപ്പോർട്ട് ചെയ്യാം. ഓരോ കുക്കിംഗ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഇടുക, പറയുക. അങ്ങനെയുണ്ട് കുക്കിംഗ്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. എന്നാലേ അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാൻ പറ്റും. നമ്മൾ പറഞ്ഞതിനെക്കാട്ടിയും കൂടുതൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഷെയറും ചെയ്യുക. അടുത്ത കുക്കിങ്ങുമായിട്ട് കാണാം. പുതിയ ഒരുപാട് കുക്കിങ്ങുകളുണ്ട്. കുക്കിങ്ങിന് ഇപ്പം നമ്മൾ ഒരു കുക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാവിധ സാധനങ്ങളും ഉണ്ടെങ്കിലല്ലേ നമുക്ക് കുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. പിന്നെ കുക്കിംഗ് ചെയ്യാനും അത് ഓരോന്നിൻ്റെതായ സാധനങ്ങൾ വേണം. കുക്കിങ്ങൾ ഇഷ്ടംപോലെ എന്നും ഉണ്ട്. അടിപൊളിയായിട്ടുള്ള കുക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് ഓക്കെ, ബൈ. എല്ലാവരും സപ്പോർട്ട് വേണം. താങ്ക് യു.